നമസ്കാരം, STV മൂവി റിവ്യൂയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് ടൊവിനോയെ കേന്ദ്ര കഥാപാത്രമാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത നടികർ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സിനിമയ്ക്കുള്ളിലെ സിനിമയെക്കുറിച്ചാണ് ചിത്രം സംസാരിക്കുന്നത്. സിനിമയ്ക്കുള്ളിലെ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ ഇന്ത്യയിലെ പല ഭാഷകളിലും പുറത്തിറങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ തന്നെ പുറത്തിറങ്ങിയ ഉദയനാണ് താരം, ബെസ്റ്റ് ആക്ടർ പോലുള്ള ചിത്രങ്ങൾ ഇതിന് ഉദാഹരണമാണ്. പക്ഷെ അത്തരം ചിത്രങ്ങളിലൊക്കെ സിനിമയിൽ ചുവടുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നടന്റെയോ സംവിധായകന്റെയോ അതിജീവനവും സ്ട്രഗ്ലിങ്ങുമാണ് പ്രധാനമായിട്ടും ആ സിനിമകൾ സംസാരിക്കുന്നത്. പക്ഷെ നടികർ തിലകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സിനിമയിൽ നിലനിൽക്കുന്ന ഒരു താരത്തിന്റെ അതിജീവനവും സ്ട്രഗ്ലിങ്ങുമാണ് സിനിമ സംസാരിക്കുന്നത്. ലാൽ ജൂനിയറിന്റെ തന്നെ മുൻ ചിത്രമായ ഡ്രൈവിംഗ് ലൈസൻസിലും ഇതുപോലെ ഒരു സൂപ്പർ താരത്തിന്റെ കഥയാണ് പറയുന്നതെങ്കിലും ആ താരം നേരിടുന്ന എക്സ്റ്റേണൽ കോൺഫ്ലിക്റ്റ് ആണ്. പക്ഷേ ഈ ചിത്രത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ തന്നെ വളരെ വലിയ മാറ്റമുണ്ട്. ഈ ചിത്രത്തിൽ ഡേവിഡ് പടിക്കൽ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ടൊവിനോ തോമസ് ആണ്. തൻ്റെ കരിയറിലെ ആദ്യത്തെ 3 ചിത്രങ്ങളിലെയും വിജയത്തിന് ശേഷം തുടർന്നുണ്ടാവുന്ന ചിത്രങ്ങളെല്ലാം പരാജയമാണ്. തനിക്കെല്ലാം അറിയാമെന്നൊരു ഭാവമുള്ള ഡേവിഡ് പടിക്കൽ സെറ്റിൽ ബാക്കിയുള്ളവരുടെ സജഷൻസ് പോലും കേൾക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അഭിനയിക്കാനായി സെറ്റിലെത്തുമ്പോൾ ഒരു റിഹേഴ്സൽ പോലും ഇല്ലാതെ ടേക്ക് എടുക്കാമെന്ന അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ പലപ്പോഴും സംവിധായകനുമായുള്ള തർക്കത്തിന് പോലും ഇടയാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ സെറ്റിൽ സംവിധായകനുമായി അദ്ദേഹത്തിന്റെ അഭിനയത്തെ ചൊല്ലി തർക്കമുണ്ടാവുകയും അതിനുശേഷം അദ്ദേഹം അഭിനയം പഠിക്കാമെന്ന് തീരുമാനിക്കുകയും ഒരു ആക്ടിംഗ് കോച്ചിന്റെ സഹായം തേടുന്നതുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ ആക്ടിംഗ് കോച്ചായി എത്തുന്നത് സൗബിൻ ഷാഹിറാണ്. ഭാവന, സുരേഷ് കൃഷ്ണ, ഗണപതി, സംവിധായകനായ രഞ്ജിത്ത്, ബിപിൻ ചന്ദ്രൻ, അനൂപ് മേനോൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈ ചിത്രത്തിൽ ഭാവനയ്ക്ക് പോലും അത്ര വലിയ സ്ക്രീൻ സ്പേസ് ഉള്ള കഥാപാത്രമൊന്നുമല്ല. സുരേഷ് കൃഷ്ണയും സൗബിൻ ഷാഹിറും ബാലു വർഗീസും അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ചിത്രത്തിലുടനീളം കുറച്ചെങ്കിലും രജിസ്റ്റർ ചെയ്യുന്ന കഥാപാത്രമാണെന്ന് പറയാനുള്ളത്. ചിത്രം നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് സുവിൻ സോമശേഖരൻ എഴുതിയ ഇതിന്റെ തിരക്കഥ തന്നെയാണ്. ഡേവിഡ് പടിക്കൽ എന്ന സൂപ്പർ താരത്തിന്റെ ഇമോഷൻസ് പ്രേക്ഷകന് അതേ രീതിയിൽ കിട്ടുന്നില്ല എന്നത് തന്നെയാണ് ഈ ചിത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. ഇൻട്രസ്റ്റിംഗ് ആയ കോൺഫ്ലിക്റ്റ് ഇല്ലാത്തത് പ്രേക്ഷകനെ ഈ ചിത്രത്തിലേക്ക് വൈകാരികമായി അടുപ്പിക്കുന്നതിൽ നിന്നും പിൻവലിക്കുന്നു. പ്രധാനമായും എല്ലാ താരങ്ങളുടെയും പെർഫോമൻസുകൾ ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇതിന്റെ തിരക്കഥ അത്രത്തോളം വിശാലമൊന്നുമല്ല. ഈ സിനിമയുടെ ഒരു വലിയ സ്പേസിനപ്പുറം ഡേവിഡ് പടിക്കൽ എന്ന നടനിലേക്കാണ് ഈ ചിത്രം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്. അത്രത്തോളം ആ കഥാപാത്രത്തിന്റെ ഇമോഷൻസിലേക്ക് പ്രേക്ഷകർക്കും കൂടി സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല എന്ന അവസ്ഥയും ചിത്രത്തിൽ ഉടനീളം നിലനിൽക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ വിദേശത്ത് പോയി ചിത്രീകരിച്ചിരിക്കുന്ന രംഗങ്ങളൊക്കെ ചുമ്മാ ഒരു ഇമ്പാക്റ്റും സമ്മാനിക്കാതെ ഒരു കൊച്ചുവർത്താനം പറഞ്ഞു വരുന്ന ഒരു ഫീലാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഹണീബി എന്ന ചിത്രത്തിലൂടെയാണ് ലാൽ ജൂനിയർ മലയാള സിനിമയിലേക്ക് എത്തുന്നത്. ആദ്യ ചിത്രത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹണീബി ഇറങ്ങിയ സമയത്ത് വലിയൊരു ഹിറ്റുമായിരുന്നു. പക്ഷെ അതിനുശേഷം വന്ന അദ്ദേഹത്തിന്റെ ഹായ് ഐ ആം ടോമി പോലുള്ള ചിത്രങ്ങൾ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ചിത്രങ്ങളായിരുന്നില്ല. പിന്നീട് ഒരു സൂപ്പർ ഹിറ്റായത് ഡ്രൈവിംഗ് ലൈസൻസ് ആണ്. ഡ്രൈവിംഗ് ലൈസൻസിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പ്രേക്ഷകനെ ചിത്രത്തിൽ ഉടനീളം എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഇൻട്രസ്റ്റിംഗ് ആയ കോൺഫ്ലിക്റ്റുകളായിരുന്നു. പക്ഷെ നടികർ എന്ന ചിത്രം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇൻട്രസ്റ്റിംഗ് ആയ കോൺഫ്ലിക്റ്റുകളില്ല എന്നത് തന്നെയാണ്. ചിത്രത്തിലെ ഗാനങ്ങളൊന്നും മനസ്സിൽ നിൽക്കുന്ന ഗാനങ്ങളുമല്ല. എടുത്തു പറയേണ്ടത് ആൽബിയുടെ ഛായാഗ്രഹണം തന്നെയാണ്. സിനിമയ്ക്കുള്ളിലെ സിനിമയെക്കുറിച്ച് പറയുമ്പോഴും പല കാഴ്ചകളും അതേ ഇമ്പാക്റ്റിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. നടികർ എന്ന ചിത്രം കണ്ടുകഴിയുമ്പോൾ ചിത്രത്തിലെ ഡേവിഡ് എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന മാനസിക സംഘർഷങ്ങൾ നമ്മുടെയും കൂടെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ നമ്മളെ ഒരു തരത്തിലും എൻഗേജ് ചെയ്യിപ്പിക്കാതെ നിൽക്കുമ്പോൾ അതിനോടൊപ്പം ഒരു തരത്തിലും പ്രേക്ഷകന് സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് നിലനിൽക്കുന്നത്. നടികർ എന്ന ചിത്രത്തെ ആകെ മൊത്തം വിലയിരുത്തിയാൽ ഇതിലെ ഡേവിഡ് പടിക്കൽ എന്ന കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയാത്തൊരവസ്ഥ തന്നെയാണ് ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഡേവിഡ് പടിക്കലിന്റെ ലക്ഷറി ലൈഫ് കളർഫുള്ളായി കാണിക്കുന്നുണ്ടെങ്കിലും വിഷ്വലി ചിത്രം വളരെ റിച്ച് ആണെങ്കിലും തിയേറ്ററിൽ തീർച്ചയായും നിരാശപ്പെടുത്തുന്ന അനുഭവം തന്നെയാണ് നടികർ.